കാലം ഒരിക്കലും കാത്തു നിൽക്കാറില്ലല്ലോ എന്ന് അഗ്നിമിത്രൻ ആശ്വസിച്ചു. വിദിശയും മാളവവും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഇളക്കം തട്ടാതെ തുടരാൻ കഴിയുന്നുണ്ട്. തൻ്റെ പിതാവ് പുഷ്യമിത്രൻ പാടലീപുത്രം കേന്ദ്രമാക്കി സമ്രാട്ടായി വർഷങ്ങളോളം ഭാരതവർഷം ഭരിച്ചു. അദ്ദേഹം നടത്തിയ അശ്വമേധയജ്ഞത്തിൻ്റെ മഹത്വവും ഇന്നും പ്രകീർത്തിക്കപ്പെടുന്നു. കാളിദാസ, അങ്ങ് ഉജ്ജയിനിയിൽ വന്നിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ. എങ്കിലും നമ്മുടെ ബന്ധം വിദ്വത് സഭയിലെ അംഗവും രാജാവും എന്ന നിലയിലല്ല. അങ്ങയെ ഞാൻ എൻ്റെ സുഹൃത്തായിട്ടാണ് കണ്ടിട്ടുള്ളത്. അങ്ങയോടുള്ള ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് പറയട്ടെ, അങ്ങ് കുറച്ചു കാലത്തേക്ക് ഉജ്ജയിനിയിൽ നിന്നും വിട്ടുനിൽക്കണം എന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്, വിക്രമാദിത്യൻ പറഞ്ഞു. അങ്ങയോട് ഞാൻ കാര്യകാരണങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ അങ്ങയ്ക്ക് തന്നെ അതിൻ്റെ കാര്യകാരണങ്ങൾ അറിയാമോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്നെ എന്തിന് രാമഗിരിയിലേക്ക് അയക്കുന്നു എന്ന് അങ്ങയ്ക്ക് പൂർണ്ണമായി അറിയാമെങ്കിൽ യാത്രയാകാൻ ഞാൻ സന്തോഷത്തോടെ തയ്യാറാണ്, കാളിദാസൻ പറഞ്ഞു. വിക്രമാദിത്യന് ഉത്തരം മുട്ടി. തനിക്ക് നാട്യം വശമില്ല, സത്യം പറയുക തന്നെ. കാളിദാസൻ എന്ന കവിയോട് സത്യം പറയാനാവില്ലെങ്കിലും തൻ്റെ സുഹൃത്തായ കാളിദാസനോട് സത്യം പറയാതിരിക്കാൻ തനിക്കാവില്ല എന്ന് പെട്ടെന്ന് തന്നെ വിക്രമാദിത്യന് മനസ്സിലായി. വിക്രമാദിത്യൻ കാളിദാസനോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. രാജസദസ്സിലെ പലരും കാളിദാസനും കുമാരി മല്ലികയും തമ്മിലുള്ള സൗഹൃദത്തിന് ദുരർത്ഥങ്ങൾ കാണുന്നു. അങ്ങേക്കെതിരെയുള്ള ആരോപണങ്ങൾ പലതും കേട്ടു. അങ്ങ് ഈ കൊട്ടാരത്തിൽ നിന്നും പോകണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങളെ എതിർത്ത് ഒരു തീരുമാനമെടുക്കാൻ എനിക്കാവില്ല. അവരെല്ലാം കുമാരിയെ സ്നേഹിക്കുന്നു. പക്ഷേ സ്വാർത്ഥതയിൽ നിന്നും മോചനമില്ല. പുത്രീതുല്യമായ കുമാരിയെക്കുറിച്ച് പോലും അപവാദങ്ങൾ പറയാൻ അവർക്ക് മടിയില്ല എന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. അവരുടെ അപവാദ പ്രചരണങ്ങൾക്ക് ഒരു അവസാനമുണ്ടാകട്ടെ. അങ്ങും എൻ്റെ പ്രവാസം ആഗ്രഹിക്കുന്നുണ്ടോ? കാളിദാസൻ ചോദിച്ചു. വിക്രമാദിത്യൻ മനസ്സിൻ്റെ ആഴങ്ങളിൽ പരതി നോക്കി. പൊയ്കയിൽ നീന്തി നടക്കുന്ന അരയന്നങ്ങളെയും മുറ്റത്ത് കുറുകി നടക്കുന്ന കബോധങ്ങളെയും താണുകിടന്ന മരക്കൊമ്പിൽ കയറിയിരിക്കുന്ന മയിലിനെയും കുറച്ചധിക നേരം നിശബ്ദമായി നോക്കിയിരുന്നു. പിന്നീട് പറഞ്ഞു, അങ്ങേ എൻ്റെ അനുജത്തിയുടെ ഭർത്താവായി കാണാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മല്ലികയുടെ കാവ്യവാസനയും അങ്ങയുടെ കവിതയും നല്ല ചേർച്ചയാണ്. അങ്ങയുടെ വരികൾ ഇത്രയും മനോഹരമായി ആരും പാടുകയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നു. നിങ്ങൾ രാഗവും താളവുമാണെന്ന് തോന്നാറുണ്ട്. വാക്കും അർത്ഥവും നിങ്ങൾ രണ്ടുമാണെന്ന് പറഞ്ഞാലും തെറ്റല്ലെന്ന് മനസ്സ് മന്ത്രിക്കാറുണ്ട്. അത് എന്നിലെ കാവ്യാസ്വാദകൻ്റെ മനസ്സ് പറയുന്നതാണ്. പക്ഷേ എന്നിലെ രാജാവിന്, എന്നിലെ ഭരണാധികാരിക്ക് അത് അംഗീകരിക്കാനാവില്ല. അതുമല്ല, അങ്ങേക്കെതിരെ കടുത്ത ഗൂഢാലോചനയാണ് നടക്കുന്നത്. അവർ കുറച്ച് ആശ്വസിക്കട്ടെ. രാജ്യസഭയിൽ ഇത് ചർച്ചാ വിഷയമാകുകയും രാജ്യസഭ എന്തിനെങ്കിലും കടുത്ത തീരുമാനം എടുക്കാൻ ഇടയാകുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഏകപക്ഷീയമായ തീരുമാനമാണ്. അങ്ങ് സ്വഇച്ഛയാൽ രാമഗിരിക്ക് പോകുന്നു എന്ന് എല്ലാവരും അറിഞ്ഞാൽ മതി. സ്വന്തം അനുജത്തിയുടെ പ്രേമം രാജ്യസഭയിൽ ചർച്ചാ വിഷയമാകുന്നതും ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് രാജസിംഹാസനത്തിലിരുന്ന് കേൾക്കാനും എനിക്കാവില്ല. കാളിദാസന് ചിത്രം വ്യക്തമാകുന്നുണ്ടായിരുന്നു. തൻ്റെ ഖ്യാതിയും മഹാരാജാവുമായുള്ള അടുപ്പവും പലർക്കും രസിക്കുന്നില്ല. അതിനുമപ്പുറം രാജകുമാരി മല്ലികയുമായുള്ള തൻ്റെ സൗഹൃദം അതിരു കടക്കുന്നു എന്ന് പലർക്കും തോന്നിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിഷ്കാസനം രാജകീയ ആവശ്യമാണ്, ഒരു പരിധിവരെ നല്ലതുമാണ്. മല്ലികയുടെ മനസ്സ് എന്താണ് കാക്ഷിക്കുന്നതെന്ന് വ്യക്തമാകും. തൻ്റെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമാകാനും അകൽച്ച നല്ലതാണ്. മഹാരാജൻ, അങ്ങ് വ്യാകുലപ്പെടേണ്ട. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ യഥാർത്ഥ രൂപം ഇനിയും വ്യക്തമായിട്ടില്ല. വിയോഗം അത് എന്താണെന്ന് വ്യക്തമാക്കും. പിന്നെയെല്ലാം കാലത്തിന് വിട്ടുകൊടുക്കാം. മഹാകാലേശ്വരൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. അത് അലംഘനീയവുമാണ്. കാളിദാസൻ്റെ വാക്കുകൾ വിക്രമാദിത്യന് വളരെ ആശ്വാസകരമായി. തുറന്ന മനസ്സോടെ കാര്യങ്ങളെ സമീപിക്കാനുള്ള ആർജവമുണ്ട്. പരിതസ്ഥിതികളോട് മത്സരിക്കാനല്ല, മാറ്റങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാനുമാണ് അദ്ദേഹം തയ്യാറാകുന്നത്. കാലത്തിൻ്റെ താളത്തിനനുസരിച്ച് നീങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത്, കാലത്തോട് മത്സരിക്കാനല്ല.
അങ്ങ് പോകാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തുകൊള്ളൂ. യാത്രയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാനുള്ള നിർദ്ദേശം നാം അമരസിംഹന് നൽകിക്കൊള്ളാം, വിക്രമാദിത്യൻ പറഞ്ഞു. എനിക്കെന്തു തയ്യാറെടുപ്പാണ് ചെയ്യാനുള്ളത് മഹാരാജൻ? ഞാൻ ഉജ്ജയിനിയിലേക്ക് വന്നപ്പോൾ സ്ഥാവര ജംഗമങ്ങൾ ഒന്നും കൊണ്ടല്ലല്ലോ വന്നത്. ഇനി പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകാനില്ല. കുറേ താളിയോലകളല്ലാതെ അവ എപ്പോഴും എൻ്റെ ഭാണ്ഡത്തിലുണ്ടാകും. പിന്നെ കുറേ അനുഭവങ്ങളും ഓർമ്മകളും. അവയുടെ ഭാരം എൻ്റെ മനസ്സിലല്ലേ. സേവകർക്കോ അശ്വങ്ങൾക്കോ അത് ചുമക്കാനാവില്ലല്ലോ. സത്യത്തെ അംഗീകരിക്കുമ്പോഴും അത് നൊമ്പരമായാണ് മനസ്സിൽ സ്ഥലം കണ്ടെത്തിയത്. കാളിദാസൻ്റെ മനസ്സിൻ്റെ ഭാരം വാക്കുകളിൽ വ്യക്തമായിരുന്നു. അല്പനിമിഷത്തോളം നിശബ്ദത പാലിച്ച ശേഷം കാളിദാസൻ തുടർന്നു. മഹാരാജൻ, നാളെ പ്രഭാതത്തിൽ തന്നെ ഞാൻ യാത്രയാകുകയാണ്. തൽക്കാലം ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. രാമഗിരിയുടെ മനോഹാരിതയ്ക്ക് എന്നെ ആകർഷിക്കാനായാൽ അവിടെ താമസിക്കാം. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നും യാത്രയാകാനാണ് ആഗ്രഹിക്കുക. ഹിമവൽ ശൃംഗങ്ങൾ മുതൽ ഇന്ദു സരോവരം വരെ ഈ ആർഷഭൂമി നീണ്ടുകിടക്കുകയല്ലേ, കാളിദാസൻ പറഞ്ഞു. കാളിദാസൻ യാതൊരു കാരണവശാലും മറ്റെവിടേക്കും പോകരുത്. രാമഗിരിയിൽ മടുപ്പ് തോന്നിയാൽ നേരെ ഇവിടേക്ക് തന്നെ മടങ്ങുക. ഉജ്ജയിനി എന്നും അങ്ങയെ കാത്തിരിക്കും. വിക്രമാദിത്യൻ്റെ മനസ്സിൽ കാളിദാസന് എന്നും ഇടമുണ്ട്. അതുകൊണ്ട് മറ്റെങ്ങോട്ടും പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമരുത്. വിക്രമാദിത്യന് കാളിദാസനെ നഷ്ടപ്പെടാൻ അല്പവും ആഗ്രഹമുണ്ടായിരുന്നില്ല.